BJP നേതാവ് പി ശ്യാംരാജ്. ഞാൻ ആദ്യം BJPയിലേക്ക് പോകുന്നത് അതിനുശേഷമാണ് എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്. ശ്യാംരാജ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം ടൂറിസം റെക്കോർഡ് ലെവലിലേക്ക് കാശ്മീരിലെത്തി. അവിടെ G20 മീറ്റിംഗ് വരെ നടന്നു. പക്ഷേ അവിടുത്തെ ഒരു ഡോക്ടർക്ക് ഡൽഹി വരെ എത്തി ബോംബ് വയ്ക്കാൻ കഴിഞ്ഞു. കാശ്മീർ ശാന്തമാണ് എന്നുള്ളത് BJP സർക്കാരിന്റെ NDA സർക്കാരിന്റെ നറേറ്റീവാണ്. അവസാനിച്ചു? ആ നറേറ്റീവിന്റെ കാലം കഴിഞ്ഞോ? കാശ്മീർ ശാന്തമല്ല എന്നുള്ളതാണ് നറേറ്റീവ്. അല്ലെങ്കിൽ കാശ്മീർ വീണ്ടും അശാന്തമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നറേറ്റീവ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആർട്ടിക്കിൾ 370 നമ്മൾ അവിടുന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം അതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാശ്മീരിൽ. ഞാൻ പോയിട്ടുണ്ട്. ലാൽ ചോക്കിൽ ഞാൻ 2023 ലാൽ ചോക്ക് മുതൽ ശ്രീനഗർ വരെ വലിയൊരു ഞങ്ങളവിടെ ഒരു ബൈക്ക് റാലിയൊക്കെ നടത്തുകയുണ്ട്. അപ്പോ അത് ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് അതിലൊന്ന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയേ? ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ കാശ്മീരിൽ പോയിട്ട് എന്നാണ് അവിടെ പോയിട്ട് മഞ്ഞുവാരി എറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയേ? അതിനു മുമ്പ് അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു? അതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എത്ര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഒരു ഇടത്തിന്റെ സമാധാനപൂർണമായോ ഇല്ലയോ എന്നുള്ള ഒരു കണക്കെടുക്കേണ്ടത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിന് പിന്നീട് എങ്ങനെയാണ് എന്നുള്ളവരാണ്. ഇനി തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവൻ 100 തവണ ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ ആ ഒരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ അവൻ അതിൽ വിജയിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 തവണ അവൻ ട്രൈ ചെയ്യുമ്പോൾ 100 തവണയും അതിനെ നിർവീര്യമാക്കുകയും വേണം. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 24 തവണ ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ ISI അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ധാരാളമായിട്ടുള്ള ഈ ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ ന്യൂട്രലൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടേയിരിക്കും, ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശക്തരാവുന്നത് അതിനെ നിർവീര്യമാക്കാൻ, അവരെ അറസ്റ്റ് ചെയ്യാൻ, അവരുടെ ആ ഒരു ട്രൈ ചെയ്യുന്ന അതിനെ നമുക്ക് എങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കും, കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എത്രയധികം കുറഞ്ഞു. നമ്മളിപ്പോ ഇത്തവണ ഉണ്ടായിട്ടുള്ള ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അതിനൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഡൽഹിയിൽ എന്നാ സ്ഫോടനം ഉണ്ടായത്? 2011 എന്ന് വെച്ചാൽ കഴിഞ്ഞ 14 വർഷമായിട്ടും തീവ്രവാദികൾ അതിന് ശ്രമിക്കാത്തത് കൊണ്ടല്ല. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നോക്കൂ, കാശ്മീർ ഒഴികെ ഡൽഹി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇടങ്ങളിൽ ഇപ്പൊ ബാംഗ്ലൂർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹൈദരാബാദിൽ പ്രശ്നമുണ്ടോ? അഹമ്മദാബാദിൽ പ്രശ്നമുണ്ടോ? നിങ്ങൾ ലിസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും. നമ്മുടെ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് 2004, 2014, 2014, 2024 നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കൂ. അപ്പൊ കണക്കുകൾ നമുക്ക് മനസ്സിലാവും. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദം പല രീതിയിൽ പല കാലങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ന്യൂസ് 18 വാർത്തയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപർണ ഇതിന്റെ ആങ്കറാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഇവർ വിചാരിക്കുന്ന ഇവരുടെ മരണശേഷം സ്വർഗം ഉണ്ടെന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഏത് പ്രായത്തിലും ഏത് ആളാണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ലാതെ ഇവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയാണ് നമുക്ക് തടയേണ്ടത്. അതിന് എനിക്ക് ഒരു വിമർശനം കൂടി എനിക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് നോക്കൂ, ഇവിടെ പാലസ്തീന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. അതുപോലെ അതിനനുസൃതമായിട്ടുള്ള ഏതെങ്കിലും പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ നമ്മുടെ ഈ കാശ്മീരിൽ ആദ്യം അവിടെ വന്നിട്ട് പഹൽഗാമിൽ തീവ്രവാദ അറ്റാക്ക് ഉണ്ടാക്കിയതിനു ശേഷം അവിടെ നമുക്ക് നഷ്ടപ്പെട്ട 26 പേർക്ക് വേണ്ടി നടന്നിരുന്നോ? ഡൽഹിയിൽ ഇത്തവണ നമ്മുടെ 13 പേര് മരിച്ചതിന് ശേഷം ഇവിടെ കേരളത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നോ? അപ്പോ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രീണനം, കൃത്യമായിട്ടുള്ള ഒരു പ്രീണനം അതുപോലും ഇവർക്ക് വളമാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കേരളത്തിലെ ഒരു ചാനലിൽ ഹെഡിങ് കൊടുത്തിട്ട് അവർ ചർച്ച ചെയ്യാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് ഇല്ലാന്ന്. വൈറ്റ് കോളർ ടെററിസം ഉണ്ടെന്നും അതിന്റെ അറസ്റ്റുകൾ നടത്തപ്പെട്ടുവെന്നും 15ഓളം ഡോക്ടർമാർ പിടിക്കപ്പെട്ടുവെന്നും ഒരാൾ പൊട്ടിത്തെറിച്ചുവെന്നും കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ ഇരുന്ന് ചർച്ചയിലാണ് വൈറ്റ് കോളർ ടെററിസം ഇല്ല എന്നുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് ഏറ്റവും കുറഞ്ഞ നമ്മുടെ കേരളത്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്യണം. പൊതുസമൂഹം തീവ്രവാദത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു ദേശീയ താല്പര്യത്തെ മുൻനിർത്തിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായേ തീരൂ. അതല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തപ്പോ അതിന്റെ അടിയിൽ ആദ്യം വന്നുള്ള കമന്റുകൾ നിങ്ങളൊന്ന് കാണണം. ബീഹാർ ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചതാണ്. സത്യം എന്താണ്? നമ്മുടെ അന്വേഷണ ഏജൻസികൾ പൊട്ടിത്തെറിച്ചവനെയും അതിനുവേണ്ടിയും തയ്യാറായവരെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. 4ൽ 3 പേരും അന്വേഷണ ഏജൻസികളുടെ കയ്യിലായി കഴിഞ്ഞു. അതൊക്കെ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനടിയിൽ വന്നിട്ട് മനഃപൂർവ്വമായിട്ട് ഇത്
മറ്റൊരു തരത്തിലാണ്, അതല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘങ്ങളല്ല എന്ന് ഇവരെ വെള്ള പൂശാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ചില നടപടികൾ നടക്കുന്നുണ്ടോ എന്ന് കൂടി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് അത് ശരിയെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നത് ശരിയെന്നാണ്, അതിനനുസൃതമായിട്ടുള്ള ഒരു എതിർ ക്യാമ്പയിൻ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാവണമെന്നേ. ഇതിനെ മൂടി വെച്ചത് കൊണ്ടോ, ഇതിനെതിരെ സംസാരിക്കാതിരുന്നതുകൊണ്ടോ, ഇതിനെതിരെ അടച്ചു വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അത് ശരിയാണ് ഷാബു. പക്ഷേ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വീഴ്ച ഉണ്ടായോ എന്നുള്ളൊരു ക്യാമ്പയിനും കൂടി BJP സമ്മതിക്കണം. അതില്ലാതെ ഈ ക്യാമ്പയിൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല. അല്ല, എന്തുകൊണ്ട് സമ്മതിക്കണം? അതല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്റലിജൻസ് ഏജൻസികൾ ന്യൂട്രലൈസ് ചെയ്ത എത്ര പദ്ധതികളാണ് നിങ്ങൾ നോക്കൂ. ഇത് തന്നെ ഈ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ഈ ബ്ലാസ്റ്റിന്റെ അതേ അളവിലായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. 2900 ഗ്രാം സ്ഫോടക വസ്തുക്കളല്ലേ പിടിച്ചെടുത്തത്. അപ്പോ ആ അന്വേഷണം നടക്കുന്നതിന് ഇടയിൽ നിന്ന് തെന്നിമാറിയ ഒരാളാണ് ഇത് മൊത്തം ചെയ്തത്. അയാളുടെ കയ്യിൽ നിന്ന് ഇത് അവരുദ്ദേശിച്ചതുപോലെ ഈ തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റ് ആയിരുന്നില്ല. അത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് കോൺഗ്രസ് കൂടെ പറയട്ടെ. ശ്രീ സേനാപതി വേണു, ഇത്രയും വർഷം ഉണ്ടാകാതിരുന്ന ഒരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്ര വർഷം എന്തുകൊണ്ടുണ്ടായില്ല? ഇന്റലിജൻസ് ഏജൻസികൾ അത്രയും അതീവ ജാഗ്രതയോടെ നിന്നതുകൊണ്ട് എന്നാണ് ശ്യാംരാജ് പറയുന്നത്. BJP പറയുന്ന വാദം കാശ്മീർ മാറിയിട്ടുണ്ട്, കാശ്മീരിൽ ചെന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ചെങ്കോട്ടയിൽ ഇനി ചെന്ന് നോക്കണമെങ്കിൽ മറ്റ് സേഫ്റ്റി ചെക്കിംഗ് നടത്തണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമുണ്ടാകുന്നില്ല. ഇന്റലിജൻസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നൊരു വാദം ഇനി നിലനിൽക്കില്ല എന്ന് പറയുന്നിടത്ത് പ്രതിപക്ഷത്തിന്റെ മറുപടി. അല്ല, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെങ്കോട്ട പോലുള്ള പ്രദേശങ്ങൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാ ഓഗസ്റ്റ് 15-നും പതാക ഉയർത്തുന്ന ഇത്ര ഹൈ സെക്യൂരിറ്റി സോണാണ് ഈ ചെങ്കോട്ട പോലുള്ള പ്രദേശങ്ങൾ. അവിടെ ഈ എന്താ പറയുക, സ്ഫോടക വസ്തുക്കളുമായിട്ട് പൊട്ടിത്തെറിക്കാനുണ്ടാകുന്ന അവസരം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 40 ദിവസം കൊണ്ട് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ കളക്ട് ചെയ്യാനും അതുമായി സ്ഫോടനം നടത്താനും ഒക്കെ ഇവർക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് അവിടെ ആ സുരക്ഷയുടെ ഒരു കാര്യം? ഞാനത് സൂചിപ്പിക്കുമ്പോൾ ശ്യാംരാജ് ഞങ്ങളോട് പ്രതിഷേധിക്കരുത്. കാരണം ബോംബെ സ്ഫോടനം ഉണ്ടായപ്പോൾ അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ട്. അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, സീമാബൽ, സശസ്ത്ര സീമാബൽ, അതായത് അതിർത്തി രക്ഷാ സേനകൾ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നേവി, സൈന്യം, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നു. എന്നിട്ട് എൻ്റെ ഈ വിദേശത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്നോ ഈ ഭീകരന്മാരും ഈ സ്ഫോടക വസ്തുക്കളും ആയുധവും എല്ലാം ഇങ്ങോട്ട് പ്രവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? 2900 കിലോ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു അതെത്താനും അത് നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെ ഭീകരർക്ക് അവസരവും സാഹചര്യവും ഉണ്ടാകുന്നു. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ഹരിയാനയിൽ നിന്ന് പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ അതെവിടെയാ വീണ്ടും പൊട്ടിത്തെറിക്കുന്നത്? അത് കശ്മീരിലെ നൗഗാം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാധനം ഇത് പരിശോധനയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ആ 50 കൊല്ലം മുമ്പുള്ള നിയമവ്യവസ്ഥയാണോ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ടത്? ഇതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെ വെച്ചാണോ അത് കണ്ടെത്തിയത്, അത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ മജിസ്ട്രേറ്റിനെ ഇവിടെ എത്തിക്കാൻ മണിക്കൂറുകൾ കൊണ്ട് കഴിയില്ലേ? അതിന്റെ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഏതെങ്കിലും ആർമി കന്റോൺമെന്റ് ഏരിയയിലെ എന്താ പറയുക ഫയറിംഗ് റേഞ്ചിൽ ഇതിനെ ഇമ്മീഡിയറ്റ്